അയ്യോ സാറ് നല്ല കളിയാണല്ലോ. അല്ല മാഷേ, നമ്മൾ +1 +2 മോഡൽ എക്സാം ടൈം ടേബിൾ ഒക്കെ വരാനായിരുന്നു. മോഡൽ എക്സാം ടൈം ടേബിൾ അല്ലേ? മോഡൽ എക്സാം ടൈം ടേബിൾ അപ്രോക്സിമേറ്റ് ഒരു ഫെബ്രുവരി 12th ആണ് നമ്മൾ കണക്കാക്കുന്നത്. ഏകദേശം ടൈം ടേബിൾ വന്നിട്ടില്ല, നമ്മൾ കണക്കാക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായി പബ്ലിക് എക്സാം ആയല്ലോ. അപ്പൊ ഫെബ്രുവരി 2nd വീക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കുറച്ച് സമയമുള്ളല്ലേ കുട്ടിക്ക് പഠിക്കാനായിട്ട്? വിക്കേ, നമുക്ക് ഇങ്ങനെ കളിച്ചാൽ പോലെ വളരെ സീരിയസ് ആയിട്ട് നോക്കേണ്ട സമയമാണ് കുട്ടിക്ക്. കാരണം പിന്നെ ഒരു മോഡൽ എക്സാമിലേക്ക് കുട്ടി ഇപ്പോൾ റിവിഷൻ പോലെ ഇപ്പം ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, അപ്പൊ നല്ലപോലെ കൂടുതൽ സമയം പഠിക്കുകയും കൂടുതൽ സമയം കണ്ടന്റുകൾ കൊടുക്കുകയും കണ്ടന്റ് വ്യത്യസ്തമായിരിക്കണം. കാരണം നമ്മളിപ്പോൾ പ്രീവിയസ് എക്സാം ക്വസ്റ്റൻ പേപ്പർ പോലെ തന്നെയല്ലല്ലോ വരുന്നത്, പാറ്റേൺ മാറിയിട്ടുണ്ടല്ലോ. ആ പാറ്റേൺ അനുസരിച്ച് ക്വസ്റ്റൻസ് ആയിരിക്കണം. ബിസിനസ് സ്റ്റഡി ആയാലും അക്കൗണ്ട്സ് ആയാലും എക്കണോമിക്സ് ആയാലും ഓപ്ഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ആ രീതിയിലുള്ള കാര്യമാണ് നമ്മൾ റിവിഷനിൽ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ കുറെ കുട്ടികൾക്ക് മനസ്സിലായി ക്രിസ്മസ് എക്സാമിന് ആൻസർ ഷീറ്റാണ് കിട്ടിയപ്പോഴേ മാർക്ക് കുറഞ്ഞ്, അപ്പോൾ കുറച്ചും കൂടി ലെവൽ കൂട്ടി പഠിച്ചു കഴിഞ്ഞാലേ മാർക്ക് കിട്ടുള്ളൂ എന്നുള്ള കാര്യം, ഒരു ബോധം എന്തായാലും ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ. അതെ, കുട്ടിക്ക് മനസ്സിലായി ലെവൽ കൂടിയ സാധനം പഠിക്കണം അല്ലേ? അപ്പൊ കുട്ടികൾ നോർമലി ഉള്ള നോട്ട്ബുക്കിലെ സാധനങ്ങൾ മതിയാവില്ല. നോർമലി എന്താണ് പഠിച്ചത് ആ മാർക്കാണ് അവർ ആ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു പഠിത്തം വെച്ചിട്ടാണ് അവർ ക്രിസ്മസ് എക്സാം പെർഫോം ചെയ്തത്. ഇനി അവർക്ക് വേണ്ടത് വേറെ സാധനമാണ്, ലെവൽ കൂടിയ സാധനം. അതാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. എൻഡ് ഗെയിം. യെസ്, എൻഡ് ഗെയിം. അതായത് നമുക്ക് എൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇപ്പോൾ റിവിഷനാണ് വേണ്ടത്. കുട്ടികൾ മാറിയ പാറ്റേൺ കുട്ടിക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി. ക്വസ്റ്റ്യൻ പഴയ പോലെ അല്ല, പ്രീവിയസ് അല്ല, അത് മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ റിവിഷൻ ബാച്ച് എന്ന് പറയുമ്പോൾ എൻഡ് ഗെയിം ആണ്. ആ എൻഡ് ഗെയിമിൽ നമ്മൾ അതേ സാധനങ്ങളെ കൊടുക്കുന്നത് അല്ലേ? മാറിയ ക്വസ്റ്റ്യൻസ്, കൂടുതൽ സമയം ലൈവ്, കൂടുതൽ സമയം ലൈവ് ക്ലാസ് ഡെയിലി ആണ്. കൂടെ ഇൻസ്റ്റാൾ ആണ്, അവർക്ക് മെറ്റീരിയൽസ് കൊടുക്കാൻ പോവുകയാണ്. കൂടാതെ ഡൗട്ട് ക്ലിയർ സെഷൻസ് PYQ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ എക്സ്പെക്ടഡ് ക്വസ്റ്റൻസ് നമ്മൾ ക്വസ്റ്റൻ പാറ്റേൺ മാറ്റിയില്ലേ? ബിസിനസ് സ്റ്റഡിയിൽ മാറ്റി, അക്കൗണ്ട്സിന്റെ മാറ്റി, എക്കണോമിക്സിന്റെ മാറ്റി, എല്ലാം ഓപ്ഷൻ പേപ്പറിന്റെ ക്വസ്റ്റൻ പാറ്റേൺ മാറ്റി, എല്ലാം മാറ്റി. ആ മാറ്റിയ രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഇതെല്ലാം കൂടിയാണ് റിവിഷൻ വെച്ചത്. എന്തായാലും ഒരു മോഡൽ എക്സാം VK ചോദിച്ച പോലെ ഒരു ഫെബ്രുവരി 2nd വീക്ക് മോഡൽ എക്സാം ആകുമ്പോഴത്തേക്കും അവർ പക്ക ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവസാന ചാപ്റ്റർ വരെ ഷുവർ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി മോഡൽ എക്സാമിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ പബ്ലിക് എക്സാമിന്റെ സമയത്ത് കറക്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട് അല്ലേ? അപ്പൊ കൊമേഴ്സ് കുട്ടികൾ എൻഡ് ഗെയിമിലൂടെ അടിപൊളി വിജയിക്കട്ടെ അല്ലേ? അതെ, നമുക്കൊരു ഗെയിം ഇട്ടാലോ? ഓ